1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 56 800120. അതെ, കണ്ണേട്ടൻ തോമസ് വേദന്റെ വീട്ടിലാ. ഏട്ടത്തി എവിടെ പോയതാണെന്ന് അറിയില്ല, ആർക്കൊപ്പാണെന്നും അറിയില്ല. ആ നിലയ്ക്ക് കണ്ണേട്ടൻ വരുന്നത് വരെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനാ ഞാൻ വന്നത്. എല്ലാരും എന്താ പരസ്പരം നോക്കുന്നേ? പറഞ്ഞാ മനസ്സിലായില്ലേ? കമ്പനിയുടെ MDയും അയാളുടെ ഭാര്യയും വരുമ്പോ മാത്രമല്ല, ഞാൻ വരുമ്പോഴും കുറച്ച് ബഹുമാനൊക്കെ ആവാം. MDയുടെ അനിയനാണ് ഞാൻ, അതുകൊണ്ട് ഒന്ന് എഴുന്നേൽക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കുറച്ച് കഴിയട്ടെ, എല്ലാത്തിനും ഞാൻ മര്യാദ പഠിപ്പിച്ചോളാം. ആരാ? അനന്തുവേട്ടനാണോ? ഉണ്ണിന്താ എവിടെ? ഇരിക്ക്. അല്ല, കണ്ണേട്ടൻ തോമസ് ഇതിന്റെ അടുക്കലാണല്ലോ. ഏട്ടത്തിയാണെങ്കിൽ കാണാനുമില്ല, അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാന്ന് വെച്ചു. അവർ രണ്ടാളും ഇല്ലാത്തതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്, ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ. ഉണ്ണിയെ കൺസ്ട്രക്ഷൻ കമ്പനിയല്ലേ ഏൽപ്പിച്ചിരിക്കുന്നത്? അപ്പോ അവിടുത്തെ കാര്യങ്ങൾ ഉണ്ണിക്ക് നോക്കിയാ പോരെ? അല്ല, ഇവിടെ ആളില്ലാതായാൽ ഇവിടുത്തെ കാര്യങ്ങൾ കുഴഞ്ഞു പോവില്ലേ? 1-2 ദിവസം ആളില്ലാന്ന് കരുതി ഇവിടുത്തെ കാര്യങ്ങളൊന്നും അങ്ങനെ കുഴഞ്ഞു പോവില്ല. എന്നുവെച്ചാ കണ്ണൻ ഇവിടെ വെച്ചിരിക്കുന്നവരൊക്കെ അതുപോലെ കഴിവുള്ള ആൾക്കാരാ. പിന്നെ അത്യാവശ്യം കണക്കും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ അറിഞ്ഞില്ല, അറിഞ്ഞിരുന്നെങ്കിൽ വരില്ലായിരുന്നു. അല്ല, ഞാനിവിടേക്ക് വന്നത് ഉണ്ണി അറിയിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. കണ്ണേട്ടൻ പറഞ്ഞിട്ടാണോ അനന്തോട്ടം വന്നത്? അവൻ പറഞ്ഞില്ലെങ്കിലും വരും. അവനും ഞാനും തമ്മിൽ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. ഞങ്ങൾ തമ്മിൽ രക്തബന്ധങ്ങളില്ലെങ്കിലും ആത്മബന്ധമുണ്ട്. പക്ഷേ അവനുമായി രക്തബന്ധം ഉള്ളവർക്ക് ഈ പറഞ്ഞ ആത്മബന്ധം ഇല്ലതാണ്. ആരാ പറഞ്ഞില്ലെന്ന്? അതാരെങ്കിലും പറയണോ? അനന്തേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം. കണ്ണേണ്ണ താങ്ങും തണലുമായി ഏട്ടത്തി വന്നപ്പോ ഒരുപാട് ആശ്വസിച്ച കൂട്ടത്തിലാ. വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ഞാൻ. പിന്നെ ഇപ്പോ കാണാതായ ഏട്ടത്തി തന്നെ എല്ലാവരിലും ഒരു അസൂയ ഉണ്ടാക്കിയത്. അല്ല, മഹാലക്ഷ്മി എന്ത് ചെയ്തെന്നാ പറയുന്നേ? അവര് നിലമറന്ന് ഓരോന്ന് പറയും പ്രവർത്തിക്കുകയും ചെയ്തു. കരുണയുടെ വീട്ടിൽ അവൾക്ക് താഴെ നിന്നവര് കണ്ണേട്ടനെ കല്യാണം കഴിച്ചതോടെ കണ്ണേട്ടനെക്കാളും പവറായി. അങ്ങനൊരു അഭിപ്രായം കണ്ണനുമില്ല, എനിക്കുമില്ല. മഹാലക്ഷ്മിയെ പോലെ ഒരു ഭാര്യ കിട്ടിയതാ കണ്ണന്റെ മഹാഭാഗ്യം. അതൊക്കെ അവര് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്നതാണ് അനന്തുവേട്ടാ. ഇപ്പൊ തന്നെ നോക്കിയേ, കണ്ണേട്ടന്റെ ഭാഗ്യം കൊണ്ടുവന്നവരെ എവിടെ? അത് പോലീസ് അന്വേഷിച്ചോണ്ടിരിക്കല്ലേ. അന്വേഷണത്തിനൊടുവിൽ ഒരു കാര്യം എല്ലാവർക്കും മനസ്സിലാവും. അവരിപ്പോ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനോടൊപ്പം സുഖമായിട്ട് ജീവിക്കുന്നുണ്ടെന്ന്. എണീക്കടാ, നിന്നോടല്ലേ പറഞ്ഞേ എണീക്കാൻ.